നമ്മുടെ രാജ്യത്ത് തലയോട്ടികളും അസ്ഥികൂടങ്ങളും നിറഞ്ഞൊരു തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. ചരിത്രപരമായോ ശാസ്ത്രീയമായോ വിശ്വാസപരമോ ആയ ഒരു കാരണങ്ങളും ഇങ്ങനെ ഒരു തടാകത്തിന്റെ നിലനിൽപ്പുമായി ഇല്ല എന്നതാണ് ഏറെ കുഴയ്ക്കുന്ന ഒരു കാര്യം. ഇവ ആരുടേതാണെന്നോ എങ്ങനെ ഇവിടെ എത്തിയെന്നോ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് പോലും കണ്ടെത്താനായിട്ടില്ല. പറഞ്ഞു വരുന്നത് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന രൂപ്കുണ്ട് തടാകത്തെ പറ്റിയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അറിയാം ഇന്ത്യയിലെ സ്കെൽട്ടൻ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകം ഏതെന്ന ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഉത്തരാഖണ്ഡിലെ രൂപ്കുണ്ട് തടാകം. ഇപ്പോൾ ഇവിടേക്ക് ധാരാളം ആളുകൾ ട്രക്കിങ്ങിനായി എത്താറുണ്ട്. ഉത്തരാഖണ്ഡിലെ ദേബാർ എന്ന സ്ഥലത്താണ് രൂപ്കുണ്ട് ട്രക്കിങ്ങിന്റെ ആരംഭം. ഇവിടെ നിന്നും ഹേംകുണ്ടിലേക്കുള്ള യാത്രാമധ്യയാണ് രൂപ്കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. വർഷം മുഴുവൻ മഞ്ഞു പുതച്ചു കിടക്കുന്ന പ്രദേശം സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞുരുകുന്നതോടെ അതിന്റെ എല്ലാ നിഗൂഢതകളും വെളിവാക്കും. തലയൊട്ടികളും എല്ലിൻ കഷ്ണങ്ങളും മഞ്ഞിൽ നിന്നും എത്തി നോക്കി തുടങ്ങും. ഇങ്ങോട്ടേക്കുള്ള യാത്ര അതിമനോഹരമാണ്. നിശബ്ദമായി മഞ്ഞു മൂടിക്കിടക്കുന്ന തൃശൂൽ മലനിരകളുടെ ഇടയിലായാണ് രൂപ്കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 16,000 അടി ഉയരത്തിലാണ് ഇതെന്ന് ഓർക്കണം. ഇത്രയും ഉയരത്തിൽ ഇങ്ങനെ ഒരു തടാകം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് വിശ്വാസത്തിന്റെ മേമ്പൊടി ചാലിച്ച ഒരു കഥയാണ്. നന്ദാദേവി പർവ്വതനിരകളിലാണ് തൃശൂൽ മലനിരകളും രൂപ്കുണ്ട് തടാകവും സ്ഥിതി ചെയ്യുന്നത്. നന്ദാദേവി എന്നത് പാർവതി ദേവിയുടെ മറ്റൊരു പേരാണ്. പാർവതി ദേവിയുടെ മൂർത്തിഭാവമായാണ് പ്രദേശവാസികൾ ഈ തടാകത്തെ കണക്കാക്കുന്നത്. ഇതിനവർ പറയുന്ന ഒരു ഐതിഹ്യ കഥയുണ്ട്. പാർവതി ദേവിക്ക് ഒരിക്കൽ കലശലായ ദാഹം അനുഭവപ്പെട്ടു എന്നും ശിവൻ തന്റെ തൃശൂല ഉപയോഗിച്ച് നിലത്തടിച്ചുവെന്നും അങ്ങനെ ഉണ്ടായതാണ് രൂപ്കുണ്ട് തടാകമെന്നുമാണ് അവരുടെ ഭാഷ്യം. വെള്ളം കുടിക്കുന്നതിനായി വന്ന പാർവതി ദേവിയുടെ സൗന്ദര്യം തടാകത്തിൽ പ്രതിഫലിച്ചതിനാൽ ഇതിന് സുന്ദര രൂപം എന്നർത്ഥം വരുന്ന രൂപ്കുണ്ട് എന്ന പേര് കൊടുത്തു എന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. ഇനി അസ്ഥികൂടങ്ങൾ എങ്ങനെ ഇവിടെ വന്നു എന്നതിനും ഒരു വിശ്വാസ കഥയുണ്ട്. കനൗജിലെ രാജാവായിരുന്നു ജസ്തവൽ മഹാരാജാവ്. തന്റെ ഗർഭിണിയായ ഭാര്യ ബലാംബയോടൊപ്പം നന്ദാദേവി ക്ഷേത്ര ദർശനത്തിന് പോയ രാജാവ് തന്റെ ആഢ്യത്വം കാണിക്കാനായി തന്റെ പരിവാരങ്ങളെയും നർത്തകരെയും എല്ലാം കൂട്ടി ആസ്വദിച്ച് ഉല്ലസിച്ചായിരുന്നു യാത്ര. പുണ്യഭൂമിയിലെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ദേവിയെ കോപാകുലയാക്കി. അങ്ങനെ ശക്തമായ മഞ്ഞുമഴ പെയ്തുവെന്നും രാജാവും പരിവാരങ്ങളും മരിച്ചു വീണുവെന്നും അവരുടെ അസ്ഥികൂടങ്ങളാണ് ഇതെന്നുമാണ് കഥ. ഇനി നമുക്ക് ഇതേപറ്റിയുള്ള ശാസ്ത്രീയ പഠനങ്ങളിലേക്ക് വരാം. 1941-42 കാലഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം പുറം ലോകം അറിഞ്ഞത്. ഇന്ത്യൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ HK മദ്യാൽ തന്റെ വിനോദയാത്രയ്ക്കിടെയാണ് രൂപ്കുണ്ട് തടാകത്തിന് ചുറ്റുമായി തലയോട്ടികളും അസ്ഥികൂടങ്ങളും ചിതറിക്കിടക്കുന്നതായി കണ്ടത്. ഇദ്ദേഹം ഉടനെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി ഈ നിഗൂഢതകളുടെ ചുരുളഴിക്കാനുള്ള ഗവേഷകരുടെ യാത്ര ആരംഭിച്ചു. മുകളിൽ പറഞ്ഞത് വിശ്വാസത്തിന്റെ പാരമ്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കെട്ടുകഥയാണെന്ന് കരുതി നമുക്ക് തള്ളിക്കളയാം. എന്നാൽ ഗവേഷകരുടെ കണ്ടെത്തൽ കൂടുതൽ കുഴയ്ക്കുന്ന കുറെ ചോദ്യങ്ങളിലേക്കാണ് ചെന്നു നിന്നത്. ഏതാണ്ട് 1000-ഓളം ആൾക്കാരുടെ അസ്ഥികൂടങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. ജനവാസമില്ലാത്ത ഹിമാലയത്തിന് മുകളിൽ എങ്ങനെ ഇത്രയേറെ ആളുകളുടെ അസ്ഥികൂടങ്ങൾ ഒരുമിച്ച് കണ്ടെത്തി? ആരാണ് മരിച്ചവർ? എത്ര വർഷം മുമ്പാണ് മരിച്ചത്? തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ഗവേഷകരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. 1960-ൽ ഇവിടെ നിന്നും എടുത്ത സാമ്പിളുകൾ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതിൽ നിന്നും ഇവ ഏതാണ്ട് 1100-1400 വർഷങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടേതാണെന്ന് കണ്ടെത്തി. 2004-ൽ ശേഖരിച്ച മറ്റൊരു സാമ്പിളിൽ ഇത് 7-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നവരുടേതാണെന്നാണ് കണ്ടെത്തിയത്. കാലഗണനയിൽ വന്ന ഈ ചെറിയ മാറ്റം ടെക്നിക്കൽ എററായി പരിഗണിച്ച് തള്ളിക്കളയാമെങ്കിലും ഗവേഷകരെ കുഴക്കിയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഇവിടെ നിന്നും കണ്ടെത്തിയ അസ്ഥികൂടങ്ങളെല്ലാം തന്നെ ലോകത്തിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും ഉള്ളവരുടേതായിരുന്നു എന്നതാണ്. ഏതാണ്ട് 7 മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന തെക്കേ ഇന്ത്യൻ വംശജരുടെയും തെക്കേ ഏഷ്യൻ വംശജരുടെയും മെഡിറ്ററേനിയൻ വംശജരുടെയും എല്ലാം അസ്ഥികൂടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു. തെക്കേ ഏഷ്യക്കാരും തെക്കേ ഇന്ത്യക്കാരും വിശ്വാസപരമായ കാരണങ്ങളിൽ ഇവിടെ എത്തി എന്ന നിഗമനത്തിൽ എത്തിയാൽ തന്നെ നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്ന മെഡിറ്ററേനിയൻ വംശജർ എന്തിനിവിടെ എത്തിയെന്നും എങ്ങനെ ഇവിടെ എത്തി എന്നതിനും ശാസ്ത്രത്തിനോ ചരിത്രത്തിനോ ഇന്നും ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രൂപ്കുണ്ട് തടാകം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. യാത്ര ചെയ്തു വരുന്നവർ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്നും അസ്ഥികൂടങ്ങൾ കൂടി കൊണ്ടുപോകാൻ തുടങ്ങി. ഇത് ഗവേഷണത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഗവൺമെന്റ് രൂപ്കുണ്ട് തടാകത്തെ ഒരു എക്കോ ടൂറിസം പോയിന്റായി മാറ്റുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു.